വെൽക്കം ബാക്ക് ടു കിച്ചൺ ടെയിൽസ്. ഇന്ന് കുറച്ച് നാളായിട്ട് എല്ലാവരും ചോദിക്കാറില്ല, ഞാൻ തന്നെ പറയുക സ്കിൻ കെയർ. അപ്പോൾ ഈ വീഡിയോയിൽ എൻ്റെ ഹെയർ കെയർ ഉണ്ട്. എല്ലാവരും കുറച്ച് നാളായിട്ട് എന്നോട് ചോദിക്കുന്ന കുറച്ച് പ്രോഡക്ട്സ്, ലിപ്സ്റ്റിക്കും ബ്ലഷും നെയിൽ പോളിഷും, അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. ആൻഡ് നെയിൽ കെയർ ഉണ്ട്. എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്താൽ എനിക്കൊരു കോൺഫിഡൻസ് തരുള്ളൂ. അപ്പോൾ അതാണ് സ്കിന്നിലും റിഫ്ലക്റ്റ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു തോന്നൽ, നമ്മുടെ മനസ്സിൻ്റെ സന്തോഷം. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, നമ്മൾ എത്രയൊക്കെ സ്കിന്നിൽ എന്ത് തേച്ചാലും അകത്തോട്ട് കഴിക്കുന്നതാണ് പുറത്ത് റിഫ്ലക്റ്റ് ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഡിഷും ഉണ്ടാവും. അതിൽ ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ അതിനെപ്പറ്റി. ഇപ്പോൾ ആദ്യത്തെ ഹെയർ കെയർ, ഞാൻ ഷാമ്പൂ അങ്ങനെ യൂസ് ചെയ്യാറില്ല. വല്ലപ്പോഴും മടി വരുമ്പോൾ മാത്രമേ ഞാൻ ഷാമ്പൂ യൂസ് ചെയ്യുള്ളൂ, എന്തെങ്കിലും അത്യാവശ്യമാണെങ്കിൽ മാത്രം. അല്ലെങ്കിൽ എപ്പോഴും താളിയ, കുറേ കൊല്ലങ്ങളായിട്ട് താളിയ യൂസ് ചെയ്യണേ. താളി എന്ന് പറയുമ്പോൾ നമ്മുടെ റെഡ് കളർ നാടൻ ചെമ്പരത്തിയുടെ പൂവുണ്ടല്ലോ, പൂവാണ് കൂടുതൽ മുടിക്ക് കണ്ടീഷനിങ്. അപ്പോൾ അതാണ് കൂടുതൽ യൂസ് ചെയ്യേണ്ടത്. പൂവും ഇലയും കൂടി നമ്മുടെ മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത ഇലയും പൂവും മിക്സിയിലിട്ടിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കുക. വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. ആൻഡ് കുറച്ച് ചോറും കൂടി ആഡ് ചെയ്ത് വീണ്ടും നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരയ്ക്കുക. അതാണ് തലയിൽ തേക്കുന്നത്. ഇപ്പോൾ പൂവ്, ഇല, മുട്ടും ആഡ് ചെയ്യാം. ഇത് ശരിക്കും ഒരു മിറക്കിളാണ്. ഡാൻഡ്രഫ് ഉള്ളവർക്ക് ഭയങ്കര നല്ലത്. വീണ്ടും ഞാൻ ഭയങ്കര നല്ലതെന്ന് പറഞ്ഞു. ചോറ് ഇത്ര ഒരു 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്താൽ മതി. ഏത് റൈസ് വേണമെങ്കിലും, കുക്ക് ചെയ്ത് ഏത് റൈസ് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കും. അപ്ലൈ ചെയ്യുന്നതിനേക്കാളും മുമ്പ് ചെറുതായിട്ട് ഓയിൽ അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയി പോകും. കൂടുതൽ ഓയിൽ ഇട്ടാൽ മുടിയിൽ എണ്ണ ഉണ്ടാവും. അപ്പോൾ അത് കാരണം അങ്ങനെ ഓയിൽ ഇടരുത്, കുറച്ച് ചെറിയൊരു ക്വാണ്ടിറ്റി ഇട്ടാൽ മതി. ആൻഡ് എപ്പോഴും മുടി ബ്രഷ് ചെയ്തിട്ട് വേണം നമ്മുടെ ഓയിൽ അപ്ലൈ ചെയ്യാനും താളി അപ്ലൈ ചെയ്യാനും. ഇതുണ്ട് 2 ഡ്രോപ്പ് ഓയിൽ, നിങ്ങൾ യൂസ് ചെയ്യണ ഏത് ഓയിലായാലും അത് അപ്ലൈ ചെയ്താൽ മതി. എന്നിട്ടൊരു 5 minutes ഒക്കെ ഒന്ന് മസാജ് ചെയ്യും. എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാട്ടോ ഈ താളീനെ പറ്റി. ആൻഡ് ഈവൻ ജിജോയുടെ താടിയിലും, മുടിയില്ല താടിയിലും ഞാൻ എപ്പോഴും ഇട്ട് കൊടുക്കും ഡാൻഡ്രഫ് ഉള്ളപ്പോൾ. ഈ താളി ഇതുപോലത്തെ കൺസിസ്റ്റൻസിയിൽ വേണം അരച്ചെടുക്കാനായിട്ട്. ഇത് എല്ലായിടത്തും അപ്ലൈ ചെയ്യാം. ഇത് ഞാനൊരു 20 years ആയിട്ട് ഇതാണ് തേക്കുന്നത്. നമുക്ക് ഇതൊക്കെ ചെയ്യാനായിട്ട് മടിയുള്ള കാര്യമാണെന്നറിയാം. അത് കാരണം ഞാൻ എൻ്റെ രീതിയാണ് ഞാൻ പറയുന്നത്. ഞാനിത് അങ്ങനെ നിൽക്കാറില്ല. വെറുതെ ഒരു 5 minutes പോലും നിൽക്കാറില്ല ഇതിങ്ങനെ അപ്ലൈ ചെയ്തിട്ട്. ഇതിങ്ങനെ തേച്ചിട്ട് അപ്പം തന്നെ നന്നായിട്ട് വാഷ് ചെയ്ത് ബ്രഷ് ചെയ്ത് നിൽക്കും തോറും മുടി ഡ്രൈ ആവും. അപ്പം അങ്ങനെ അധികം നേരം അങ്ങനെ മുടിയിൽ അപ്ലൈ ചെയ്ത് വെക്കണ്ട. നേരത്തെ ഞാൻ മുട്ടയുടെ വെള്ളയായിരുന്നു ഇട്ടിരുന്നത്, ബട്ട് അത് എൻ്റെ മുടിയിൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആക്കും. ഈ റൈസ് ഇട്ട് തുടങ്ങിയപ്പോഴാണ് മുടി ശരിക്കും കണ്ടീഷണർ ഇട്ട് കഴുകിയ പോലെ കിടക്കും. ഇത് കഴിയുമ്പോൾ ഓൺലി തിങ് ഓയിൽ അപ്ലൈ ചെയ്യണ കുറച്ച്, പിന്നെ അപ്ലൈ ചെയ്യുമ്പോൾ എല്ലായിടത്തും സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് ഈ താളി തേച്ച് പിടിപ്പിക്കുക. ആൻഡ് ഒരു 2 minutes ഒക്കെ നിന്നാൽ മതി. എന്നിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് കളയും. ഇപ്പം ഞാൻ ഫ്ലാറ്റിലായതുകൊണ്ട് ആക്ച്വലി ഇത് ഇടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇടണതിൻ്റെ കാര്യം അതാ, മുടി നന്നായിട്ട് ലാസ്റ്റ് ചെയ്യണ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് കാരണം പക്ഷേ ആഴ്ചയിൽ 2 ദിവസമൊക്കെ ഇതിങ്ങനെ ഇട്ട് കുളിച്ചാൽ മതി. എപ്പോഴും എല്ലാ ദിവസവും നമ്മൾ ഇത് തേച്ച് കുളിക്കുവാണെങ്കിൽ മുടി ഡ്രൈ ആയി പോകും. ചെയ്യുമ്പോൾ എപ്പോഴും ഇതുപോലെ കുമ്പിട്ട് ഇങ്ങനെ നന്നായിട്ട് സ്കാൽപ്പൊക്കെ മസാജ് ചെയ്ത് കളഞ്ഞാലേ ഈ താളി ഈ മുടിയിൽ നിന്ന് പോകുള്ളൂ. അപ്പോൾ എപ്പോഴും ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ വാഷ് ചെയ്യുക. ആൻഡ് ഇതുപോലെ അടിയിൽ ബക്കറ്റ് വെക്കുമ്പോൾ ബാത്റൂം അങ്ങനെ മെസ്സാവില്ല. ആൻഡ് എപ്പോഴും ഒരു ചീപ്പ്, നമ്മുടെ ഇതുപോലത്തെ ഒരു ചീപ്പ് കൊണ്ട് ബ്രഷ് ചെയ്തിട്ട് താളി മുടിയിൽ നിന്ന് കളയാം. അല്ലെങ്കിൽ മുടിയിൽ ഫുൾ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. ഇത് പണിയാന്ന് ഓർക്കണ്ട, ബട്ട് അത്രയും യൂസ്ഫുള്ളാണ്. യെസ്, ഇതുപോലെ ബ്രഷ് ചെയ്ത് എല്ലാ സൈഡിൽ നിന്നും ഇങ്ങനെ കളയാം. ആൻഡ് അപ്പം മുടി ഇങ്ങനെ വിട്ട് കിടക്കും. ഇനി നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ട് കോംബ് ചെയ്തിടാം. ഈ കോംബ് ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നം ഈ താളി ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും മുടിയിൽ ഡ്രൈ ആയി കഴിയുമ്പോൾ. യെസ്, എൻ്റെ ഹെയർ കെയർ ഇത്രയേ ഉള്ളൂ. ഇത് ആഴ്ചയിൽ 2 ദിവസം ചെയ്താൽ മതി. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് എപ്പോഴും ചോദിക്കാറ് താടി ഇത് എവിടെ നിന്ന് ഒപ്പിക്കുന്നത്. നമ്മൾ ഫ്ലാറ്റിലൊക്കെ നിൽക്കുമ്പോൾ ഞാൻ റോഡ് സൈഡിൽ നിന്നാണ് പഠിക്കുന്നത്. ഞാൻ റോഡ് സൈഡിൽ നിന്നാണ് പറിക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെ നിൽക്കുന്ന ചേച്ചിമാരുടെ അടുത്ത് പറഞ്ഞു വെക്കും. അപ്പോൾ അവർ പൊട്ടിച്ചുകൊണ്ട് വരും. ആൻഡ് ഫ്രിഡ്ജിൽ വെക്കും. ആഴ്ചയിൽ 2 ദിവസം മതിയല്ലോ, അത് നമുക്ക് ഒപ്പിക്കാൻ പറ്റും വേണമെങ്കിൽ. ഹെയർ കെയർ കഴിഞ്ഞു. ഇനി മെയിനായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ള സ്കിൻ കെയറിന് വേണ്ടിയിട്ട്. അതപ്പോൾ നമ്മൾ ഒറ്റയടിക്ക് ഒരു 2.5 ലിറ്ററൊക്കെ വെള്ളം കുടിച്ച് തീർക്കാതെ ഒരു ഹോൾ ഡേ ഡിവൈഡ് ചെയ്ത് 2 ഗ്ലാസ് ഡിവൈഡ് ചെയ്ത് കുടിക്കുക. അതാണ് ഏറ്റവും ഹെൽപ്ഫുൾ. മടിയുള്ള ദിവസം ഞാൻ ലൈം ജ്യൂസൊക്കെ കുടിക്കാനായിട്ട്, എന്നാലും കുടിക്കും. വെള്ളത്തിന് പകരം എന്തെങ്കിലുമൊക്കെ കുടിക്കും. ലൈം ജ്യൂസിൽ ലൈം മാത്രം ഇട്ടിട്ട് ഷുഗറും സോൾട്ടൊന്നും ഇല്ലെങ്കിലും എനിക്ക് അങ്ങനെ വലിയ കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ വിറ്റമിൻ സിയും ഉണ്ടാവും, സ്കിന്നിനും എഫക്റ്റ് ചെയ്യും. ഇനി കുക്ക് ചെയ്യുന്നവരോട് എനിക്ക് എപ്പോഴും പറയാനുള്ളത്, നഖം കംപ്ലീറ്റ് പോവും, കൈയിൻ്റെ ഭംഗിയും പോവും. പക്ഷെ അതെപ്പോഴും ഇതുപോലെ കെയർ ചെയ്താൽ മതി. ഒരു ബ്രഷിൽ സോപ്പ് അല്ലെങ്കിൽ ഷാമ്പൂ എടുത്തിട്ട് നെയിൽസ് എപ്പോഴും ബ്രഷ് ചെയ്യുക. പെഡിക്യൂറും അതെ, മാനിക്യൂറും അതെ. 2 ആഴ്ച കൂടുമ്പോൾ ഞാൻ ചെയ്യാറുണ്ട്. ഇത്രയും കുക്ക് ചെയ്യണമായിരുന്നു. അതൊക്കെ ചെയ്തു തുടങ്ങിയപ്പോഴാണ് എനിക്ക് കുറച്ചെങ്കിലും കൈയൊക്കെ കുറച്ചുകൂടി നീറ്റാക്കി വെക്കാൻ പറ്റി തുടങ്ങിയത്. ഡ്രൈനെസ് ഉള്ളവർക്ക് ഒലിവ് ഓയിൽ ഭയങ്കര നല്ലതാണ്. അപ്പോൾ അത് കയ്യിൽ എപ്പോഴും അപ്ലൈ ചെയ്ത് ഒരു 10 minutes ഒന്നും ഇല്ല കേട്ടോ. ഞാനിത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്നുള്ളൂ. ടൈം വെക്കലൊക്കെ എനിക്ക് ഭയങ്കര മടിയുള്ള കാര്യമാണ്. എല്ലാ ദിവസവും ചെയ്യും, പക്ഷേ അത്
അത് 2 മിനിറ്റൊക്കെ ഇങ്ങനെ മസാജ് ചെയ്യുള്ളൂ. മസാജ് ചെയ്തിട്ട് ഈ സ്ക്രബ് ഉണ്ടല്ലോ, ഇത് കയ്യിൽ ഈ നമ്മുടെ അരിപ്പൊടി, തരിയുള്ള അരിപ്പൊടിയും ലൈം ജ്യൂസും നേരിയ മഞ്ഞപ്പൊടിയും വെള്ളവും അത്രയും ആഡ് ചെയ്ത് നല്ല ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുത്തിട്ട് കയ്യിൽ തേക്കുക, സ്ക്രബ് ചെയ്യും. ഇതൊന്ന് ഡ്രൈ ആവാൻ വെയിറ്റ് ചെയ്താൽ നല്ലതായിരിക്കും. പക്ഷെ അതും എനിക്ക് ചെയ്യാനുള്ള ക്ഷമയില്ല. ഞാൻ എപ്പോഴും ഇതുപോലെ ഇങ്ങനെ സ്ക്രബ് ചെയ്യും. എപ്പോഴും കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഇങ്ങനെ സ്ക്രബ് ചെയ്യും. ഞാൻ എൻ്റെ മുമ്പത്തെ വ്ളോഗ്സിൽ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, നമ്മളിപ്പോൾ ഒലിവ് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് സ്കിന്നിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മളിങ്ങനെ ഇതൊക്കെ ഇട്ട് വാഷ് ചെയ്താൽ ചിലപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് പോകില്ല. ഇത് കഴിഞ്ഞ് ഇപ്പം മേത്ത് ഫുൾ അപ്ലൈ ചെയ്യാനുള്ളെങ്കിലുള്ള കാര്യം ഞാൻ പറയണേ, വെയിലത്ത് പോകാൻ പാടില്ല ആക്ച്വലി. അപ്പോൾ അങ്ങനത്തെ ദിവസങ്ങളിൽ ഇടരുത്, അല്ലാത്ത ദിവസം വേണം ഇടാനായിട്ട്. ഈ ഒലിവ് ഓയിൽ ബോഡിയിൽ ഫുൾ അപ്ലൈ ചെയ്യാൻ ഭയങ്കര നല്ല, ആഴ്ചയിൽ 2 ദിവസമൊക്കെ. ഡ്രൈ സ്കിന്നിന് ഭയങ്കര നല്ല. വേണ്ട, നമുക്ക് തന്നെ ഈ കുക്ക് ചെയ്യുന്നവർക്ക് എനിക്ക് തോന്നുന്നു കുക്ക് ചെയ്യാനായിട്ട് കുറേ പേർക്ക് മടി, കൈ ചീത്താവെന്ന് പറഞ്ഞ് കുറേ പേര് പറയണ കേട്ടിട്ടുണ്ട്. ബട്ട് ഇങ്ങനെയൊക്കെ കെയർ എടുത്താൽ മതി, അത്രയൊക്കെ ഭംഗി മതിയില്ലേ. ഇനി നമ്മൾ എപ്പോഴും കുക്ക് ചെയ്യണ കാരണം എപ്പോഴും ഫയൽ ചെയ്ത് വെക്കുകയാണെങ്കിൽ അതിന് കുറച്ച് നഖം അങ്ങനെ ബ്രേക്കായി പോകില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എല്ലാ ദിവസവും തന്നെ ചെറുതായിട്ടൊന്ന് ഫയൽ ചെയ്ത് വെക്കാം എല്ലാ സൈഡും. അതും ഭയങ്കര എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ നഖം ഇവിടെ നടക്കുന്ന ചില്ലറ കുക്കിംഗ് അല്ല, അത് കാരണം എൻ്റെ നഖം ഇത്രയൊക്കെ ഉണ്ടാവാറുള്ളൂ. ഇത്രയും കുക്ക് ചെയ്യാത്തവർക്ക് കുഴപ്പമുണ്ടാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 ആഴ്ച കൂടുമ്പോൾ മാനിക്യൂറും പെരിക്യൂറും ചെയ്യാം. ഇത്രയേ ഉള്ളൂ എൻ്റെ ഹാൻഡ് ആൻഡ് ഫുഡ് കെയർ. അപ്പോൾ ഇനി നെക്സ്റ്റ് ജ്യൂസുകൾ കുടിക്കുമ്പോൾ ABC ജ്യൂസൊക്കെ എല്ലാവരും സജസ്റ്റ് ചെയ്യുന്നതാണ് സ്കിന്നിന് വേണ്ടിയിട്ട്. ഒരു സാധനവും നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കാതിരിക്കുക, എപ്പോഴും മാറി മാറി കുടിക്കാൻ നോക്കുക. ഒരു ദിവസം കരിക്കും വെള്ളമാണെങ്കിൽ ഒരു ദിവസം ABC ജ്യൂസ് ആക്കുക, അടുത്ത ദിവസം ഓറഞ്ച് ജ്യൂസ്, അതുപോലെ മാറി ലൈം ജ്യൂസ് എല്ലാ ദിവസവും ഇൻക്ലൂഡ് ചെയ്യുക. പിന്നൊരു കാര്യമുണ്ട്, ജ്യൂസ് എല്ലാം അടിച്ച് അപ്പം തന്നെ കുടിക്കാൻ നോക്കുക, അതാണ് ഏറ്റവും ഹെൽപ്ഫുൾ. നെക്സ്റ്റ്, കുറച്ച് നാളായിട്ട് എല്ലാവരും ചോദിക്കാറുണ്ട് ലിപ്സ്റ്റിക്കിൻ്റെ. കുറേ പേര് എനിക്ക് തോന്നുന്നു ന്യൂഡ് ഷെയ്ഡ് ഇഷ്ടമായി തുടങ്ങി തോന്നുന്നു. എന്താണ് സീനെന്ന് എനിക്കറിയില്ല. എന്തായാലും കുറേ പേര് എൻ്റെ കമൻസിൽ ചോദിക്കുന്നുണ്ട്. അപ്പം ലിപ്സ്റ്റിക്ക് ഞാൻ എപ്പോഴും സ്ഥിരം യൂസ് ചെയ്യുന്നത് ഈ കൈൻഡ് ഓഫ് സെക്സി എന്ന് പറഞ്ഞ മാക്കിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഇത് നല്ല ന്യൂഡ് ലിപ്സ്റ്റിക്കാണ്. പക്ഷെ ഞാനൊരു 20 കൊല്ലമായിട്ട് ഇതാണ് യൂസ് ചെയ്യുന്നത് ഡെയിലി വെയർ ആയിട്ട്. ഒരു ലൈറ്റ് ഒരു പീച്ച് ഷെയ്ഡാണ്. ഗ്ലോസ് ആയിട്ട് ഇപ്പം എനിക്ക് ഈ ഒരു ബ്രാൻഡിൻ്റെ ഗ്ലോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നൈക്കിന്ന് മേടിച്ച നമ്പർ ഒന്ന് പറയാം, 9244. ഇതൊരു ഇത്തിരി നല്ല, ഇതിപ്പോൾ കളർ കാണുമ്പോൾ നേരത്തെ ഞാൻ പ്ലെയിൻ ഗ്ലോസുകളായിരുന്നു യൂസ് ചെയ്തത്, ഇപ്പോൾ കളറുള്ള ഗ്ലോസസ് ആണ് യൂസ് ചെയ്യുന്നത്. മാക്കിൻ്റെ ഗ്ലോസും ഭയങ്കര നല്ലതാണ്. അത് ഈ ഷെയ്ഡാണ് എപ്പോഴും യൂസ് ചെയ്യുന്നത്. ഇത് പക്ഷേ ഇപ്പോൾ അവർ ഈ പ്രോഡക്റ്റ് നിർത്തി എന്ന് തോന്നുന്നു. ആൻഡ് ബ്ലഷ് ഇപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, അത് പേസിൻ്റെ ബ്ലഷാണ് യൂസ് ചെയ്യുന്നത്. അവർക്ക് 3 ഷെയ്ഡ്സേ ഉള്ളൂ, ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഷെയ്ഡാണ്. ഇത്രയേ ഉള്ളൂ ആ ഒരു ഇൻഫർമേഷൻ. ആൻഡ് ഇനി നെയിൽ പോളിഷ് എല്ലാവരും ലാസ്റ്റ് 2-3 വീഡിയോസായിട്ട് ചോദിക്കുന്നുണ്ട്. ബട്ട് എൻ്റെ ശരിക്കും നഖം ഉള്ളവർക്കാണെങ്കിൽ ഇതൊക്കെ ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും. ഫ്ലോറസൻ കളർ പിങ്കും ഗ്രീനും ഫ്രം വെസ്റ്റ് സൈഡ്. ധന്യ പറഞ്ഞിട്ട് ഞാൻ മേടിച്ചാൽ, പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ബ്ലൂ, ഇതെൻ്റെ ഫേവറേറ്റ് 2-3 കളേഴ്സാണ് കാണിക്കുന്നത്. ബ്ലൂ ഫ്രം H&M നെയിൽ പോളിഷിൻ്റെയും ഫാനാണ് ഞാൻ. അതുകൊണ്ട് ആ ഷെയ്ഡ്സ് അവരുടെ നെയിൽ പോളിഷാണ് കൂടുതലുള്ളത്. ഗ്രീൻ, യെല്ലോ ആൻഡ് കളേഴ്സാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഒന്നില്ലെങ്കിൽ നല്ല ബ്ലൂ, യെല്ലോ, ഗ്രീൻ പോലത്തെ കളേഴ്സ്, അല്ലെങ്കിൽ ഇതുപോലെ ന്യൂഡ് ഷെയ്ഡ്സ്, ബേജ് ആൻഡ് വൈറ്റും ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ഗ്ലിറ്ററിൻ്റെ ഒരു ഓപ്ഷനും വെസ്റ്റ് സൈഡിൽ. ഇതും ഭയങ്കര നല്ല. നെയിൽ പോളിഷ് റിമൂവ് ചെയ്യാൻ ഭയങ്കര പാടാണ്, പക്ഷെ ഇത് ഭയങ്കര നല്ലതാണ് അവരുടെ. പിന്നത്തെ മാർബിളിംഗ് ഉള്ള നെയിൽ പോളിഷ് നൈക്കിയുടെ, അതും എനിക്കിഷ്ടം. പക്ഷെ ഇങ്ങനത്തെ ഈ ഗ്ലിറ്ററും മാർബിളുള്ള നെയിൽ പോളിഷിൻ്റെ ഒക്കെ പ്രശ്നം എന്ന് വെച്ചാൽ റിമൂവ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ഇനി സ്കിൻ കെയർ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഫേവറേറ്റ് നെയിൽ പോളിഷ് കളേഴ്സ്. ആൻഡ് ഈ വീഡിയോസ് ചെയ്യണ കാരണം ഞാൻ ഡെയിലി മാറ്റും. അതുകൊണ്ടാണ് ഇത്രയും കളേഴ്സ് മേടിച്ച് വെച്ചേക്കണത്. ഇത് കണ്ട, ഷാമ്പു ഒന്നും യൂസ് ചെയ്യാതെ തന്നെ മുടി നല്ല ബൗൺസ് ചെയ്ത് കിടക്കും താളി ഇടുമ്പോൾ. ഇപ്പം എൻ്റെ ഹെയർ ഭയങ്കര ഒട്ടിപ്പോണൊരു ഹെയർ, അപ്പം ഷാമ്പൂവും കണ്ടീഷണറൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ഒട്ടിപ്പോവും. അപ്പോൾ എനിക്ക് ഇങ്ങനെ വേവി ആയിട്ട് കിടക്കണതാണ് ഇഷ്ടം. ആൻഡ് കംപ്ലീറ്റ്ലി നാച്ചുറലാണ്. മുടിയുടെ കഴിഞ്ഞു ഇനി സ്കിന്നിൽ യൂസ് ചെയ്യുന്നത്. എൻ്റെ സ്കിൻ അങ്ങനെ അത്രയും നല്ലതായിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല കേട്ടോ. ബട്ട് കുറേ ബെറ്ററായി ആഫ്റ്റർ 35 ഒരു 30s കുറേ കൂടെ ഡ്രൈ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുമായിരുന്നു. ആൻഡ് അതുപോലെ തന്നെ എല്ലാവരും പറയുകയും ചെയ്യായിരുന്നു. ഞങ്ങൾ ഈ പ്രസ്റ്റീജിലോട്ട് മാറിയപ്പോൾ വാട്ടർ ഫ്രണ്ട് ആണല്ലോ, അപ്പോൾ ആ കാറ്റടിച്ചിട്ടായിരിക്കുന്നു ഞാൻ ഓർത്തു. ഭയങ്കര ഡ്രൈയും ആയി, പെട്ടെന്ന് ഭയങ്കരമായിട്ട് ഡിമ്മായ പോലെ ഫേസ്. ബട്ട് ലേറ്റർ ഓൺ ആഫ്റ്റർ 40 ഒക്കെ ആയപ്പോൾ ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അപ്പം തന്നെ ചെറിയ മാറ്റം വന്നു തുടങ്ങി. ഇപ്പം യൂസ് ചെയ്യണത് ഫോറസ്റ്റ് എസെൻഷ്യലിൻ്റെ പ്രൊമോഷനൊന്നുമല്ല, ഞാൻ കൂടുതലും അവിടുത്തെ പ്രോഡക്റ്റ്സാണ് യൂസ് ചെയ്യണത്. ആൻഡ് അത് യൂസ് ചെയ്ത് തുടങ്ങിയ പിന്നെയാണ് എനിക്ക്
കുറേ ബെറ്റർ ആയ പോലെ തോന്നി. ആൻഡ് ഈവൻ എൻ്റെ ക്ലോസ് ഫ്രണ്ട്സും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ ഒരു 2 കൊല്ലമായിട്ട് അവരുടെ പ്രോഡക്റ്റ്സാണ് യൂസ് ചെയ്യണത്. കൂടുതലും ഞാൻ ശ്രദ്ധിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ പറയണത്. എനിക്കങ്ങനെ നമ്മുടെ സിറം കഴിഞ്ഞ് ടോണർ കഴിഞ്ഞ് മോയ്സ്ചറൈസർ അങ്ങനെ ഫോളോ ചെയ്യുന്ന ആളല്ല. പക്ഷേ എൻ്റെ ഒരു രീതിയാണ് ഞാൻ പറയാൻ പോകുന്നത്. മുഖം എപ്പോഴും വാഷ് ചെയ്യാണ്ടിരിക്കുക സോപ്പ് ഉപയോഗിച്ചിട്ട്. അങ്ങനെ എപ്പോഴും മുഖം വാഷ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ടവലുകൊണ്ട് ഡാബ് ചെയ്യാനേ പാടുള്ളൂ. ഇങ്ങനെ ഇങ്ങനെ ചെയ്യൂലേ, അങ്ങനെ ചെയ്യരുത്. അതൊരു കാര്യം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. മോർണിംഗ് സിറം ആയിട്ട് യൂസ് ചെയ്യണ വിറ്റമിൻ സിയുടെ ഒരു സിറം ഉണ്ട്, VC15. സിപ്ലയുടെ കുറേ നാളായിട്ട് ഞാൻ ഇതായി യൂസ് ചെയ്യണേ. ഇത് മെയിനായിട്ട് എനിക്ക് ഡിഫറൻസ് തോന്നിയത് കുറേ കൂടെ ബ്രൈറ്റൻ ആയി. ഞാൻ പറഞ്ഞല്ലോ 30s വന്ന ആ ഒരു ഡള്ളൊരു മുഖം വിറ്റമിൻ സി സിറം യൂസ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് മാറി തുടങ്ങിയത്. ബട്ട് നമ്മളിപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ എപ്പോഴും കയ്യിൽ ടെസ്റ്റ് ചെയ്തിട്ട് വേണം കേട്ടോ ഏത് സിറം ആണെങ്കിലും ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട്. ഇത് പക്ഷേ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഇഷ്യൂവും തോന്നിയിട്ടില്ല. ആൻഡ് വിറ്റമിൻ സി സിറം അപ്ലൈ ചെയ്ത് അപ്പം തന്നെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. മോയ്സ്ചറൈസർ കുറേ നാളായിട്ട് ഞാൻ ഇതായി യൂസ് ചെയ്യുന്നത്, ക്ലിനിക്കിൻ്റെ. ഇത് ജിജോ പറഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയതാണ്. ബിക്കോസ് ജിജോയുടെ സ്കിൻ ഭയങ്കര നല്ല, ആൻഡ് ജിജോ എപ്പോഴും മോയ്സ്ചറൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കും സ്കിൻ. ഒരു ഉച്ചയ്ക്ക് വരുമ്പോഴും ചെയ്യും, രാവിലെ ചെയ്തിട്ട് പോകും, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആൾ മോയ്സ്ചറൈസർ ഇടും. അപ്പോൾ അത് കാരണമാണ് എനിക്കറിയില്ല, ആൾക്ക് എന്തായാലും നല്ലതാണ്. അപ്പോൾ അതിൽ പിന്നെയാണ് ഞാൻ ഈ ക്ലിനിക്കിൻ്റെ മോയ്സ്ചറൈസർ യൂസ് ചെയ്തോളൂ. ഇത് നൈക്കിയെന്നാണ് മേടിച്ചത്, അല്ലെങ്കിൽ ഓൺലൈനിലും അവൈലബിളാണ്. ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ പുറത്ത് പോകുമ്പോൾ വാങ്ങിച്ചുകൊണ്ട് വരണം. പിന്നെ യൂസ് ചെയ്യാനാണ് ഈ ഫോറസ്റ്റ് എസെൻഷ്യലിലെ ഡേ സിറം ആൻഡ് ഈ ബ്ലൂ കളറിലെ നൈറ്റ് സിറം. അപ്പോൾ ഈ രണ്ടും അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് അവരുടെ ടോണർ യൂസ് ചെയ്യുക. ടോണർ ഞാൻ യൂസ് ചെയ്യണില്ല കേട്ടോ, ഇത് അവർ തന്നെ പറഞ്ഞുതരും നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന്. അപ്പം ഞാൻ എപ്പോഴും യൂസ് ചെയ്യണത് മുഖം ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് ആദ്യം ഈ വിറ്റമിൻ സി സിറം ഇടും. അത് കഴിഞ്ഞിട്ട് ടോണർ ഞാൻ യൂസ് ചെയ്യണില്ല. അത് കഴിഞ്ഞിട്ട് ഇവരുടെ മോർണിംഗ് സിറം യൂസ് ചെയ്യും, ഫോറസ്റ്റ് എസെൻഷ്യലിലെ മോർണിംഗ് സിറം. എന്നിട്ട് ഈ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യും. അപ്പോൾ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ ഫൈൻ ലൈൻസിന് ഭയങ്കര വ്യത്യാസമുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് എൻ്റെ മുഖത്ത് നിന്ന് തന്നെ ഇവിടെ ഈ ചിരിച്ചിരിച്ച് ഇവിടെ ഫൈൻ ലാഫ് ലൈൻസ് ഭയങ്കരമായിട്ടുണ്ട്. അതിന് ഭയങ്കര ഒരു മാറ്റം വന്ന പോലെ എനിക്ക് തോന്നി. ഇനി വണ്ണം വെച്ചിട്ടാണെന്ന് അറിയില്ല, എന്തായാലും സ്കിന്നിന് മൊത്തത്തിൽ മാറ്റമുണ്ട്. പിന്നെ ഞാൻ കുറച്ചൊരു 2 കൊല്ലമായിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് നൈറ്റ് ക്രീം, സൗന്ദര്യയുടെ നൈറ്റ് ക്രീം വിത്ത് 24 കാരറ്റ് ഗോൾഡ്. അതാണ് ഇതൊരു 2 കൊല്ലമായിട്ട് ഞാൻ യൂസ് ചെയ്യണേ. ഈ ഒരു നൈറ്റ് ക്രീമാണ് രാത്രി ഞാൻ എപ്പോഴും ഇടുന്നത്. അപ്പോൾ അതിനും ഇപ്പോൾ രാത്രി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ സിറം, ഈ ഫോറസ്റ്റ് എസെൻഷ്യലിൻ്റെ ഈ സിറം യൂസ് ചെയ്തിട്ട് പിന്നെ ഈ നൈറ്റ് ക്രീം അപ്ലൈ ചെയ്യും. ഇപ്പോൾ അവർക്ക് ചെറിയ സാഷേസിൽ സാമ്പിൾസ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ അഥവാ വാങ്ങിക്കണമെങ്കിൽ തന്നെ ആ ചെറിയ സാമ്പിൾ യൂസ് ചെയ്തിട്ട് വാങ്ങിച്ചാൽ മതി. എന്നുവെച്ചാൽ കുറച്ച് എക്സ്പെൻസീവ് ആണ്. അപ്പോൾ ഇനി നമുക്ക് സ്കിന്നിൽ വേറെ ഇഷ്യൂസ് ഒന്നും വരില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മേടിച്ചാൽ മതി. ആൻഡ് ഇനി എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല, അത് പ്രത്യേകം പറയാനുണ്ട്. ബിക്കോസ് ഇനി എന്ത് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്താലും സെയിം നെക്കിലോട്ടും കൂടി അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഞാൻ കുറേ നാളായിട്ട് അത് ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു. അപ്പോൾ ഒന്നാമത്തെ ഇത് ഭയങ്കര എക്സ്പെൻസീവ്, അപ്പോൾ നെക്കിലോട്ട് അപ്ലൈ ചെയ്യാതിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഭയങ്കരമായിട്ട് ലൈൻസ് വന്നു ഈ നെക്കിലില്ലേ, അതെനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ് നെക്കിലെ ലൈൻസ്. പ്രത്യേകിച്ച് ഞാൻ വീഡിയോസിൽ കാണുമ്പോൾ ഇപ്പോൾ ഡോക്ടർ ഈപ്പനായിട്ടുള്ള ടോക്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. റെറ്റിനോൾ യൂസ് ചെയ്യാനായിട്ട് ആള് പറഞ്ഞപ്പോൾ തൊട്ടാണ് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ റെറ്റിനോൾ ഞാൻ നെക്കിലാണ് യൂസ് ചെയ്യണേ. ആള് ഫേസിലോട്ടാണ് സജസ്റ്റ് ചെയ്തത്. ഞാനിപ്പോൾ നെക്കിലോട്ട് റെറ്റിനോൾ യൂസ് ചെയ്യുന്നുണ്ട്. റെറ്റിനോൾ കഴിഞ്ഞിട്ട് മോയ്സ്ചറൈസർ ഈ ബ്രാൻഡാണ് അന്ന് എനിക്ക് ആള് സജസ്റ്റ് ചെയ്തത്. നെക്കിൽ ഇത് അപ്ലൈ ചെയ്യുന്നുണ്ട്, എല്ലാ ദിവസവും അപ്ലൈ ചെയ്യുന്നുണ്ട്. മാറ്റം വരുമെന്ന് എനിക്കൊന്ന് നോക്കണം. നെക്സ്റ്റ് ഈ ബ്രാൻഡിൻ്റെ തന്നെ ഫോറസ്റ്റ് എസെൻഷ്യലിൻ്റെ തന്നെ ഞാൻ കുറേ പേർക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ട് ബോഡി പോളിഷർ. അത് യൂസ് ചെയ്യണത് ടേമറിക് ആൻഡ് സാൻഡൽവുഡിൻ്റെ ബോഡി പോളിഷർ. ഇത് ഭയങ്കര നല്ലതാട്ടോ, ഒരു രക്ഷയില്ല അതിൻ്റെ മണം. ഈ സാൻഡൽവുഡിൻ്റെ മണം ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടും. ഞാൻ തന്നെ പറഞ്ഞു ഒരു 10-20 പേരെ കൊണ്ടെങ്കിലും മേടിപ്പിച്ചിട്ടുണ്ടോ. ബോഡിയിൽ റബ്ബ് ചെയ്ത് കഴിയുമ്പോൾ ആ സാൻഡൽവുഡിൻ്റെയും ടേമറിക്കിൻ്റെയും മണമായിരിക്കും ബോഡിയിൽ ഫുൾ. നമ്മൾ കുളിച്ചാലും അത് കുറേ നേരം ലാസ്റ്റ് ചെയ്യും. 2-3 ടൈപ്പ് ഉണ്ടെന്ന് തോന്നുന്നു അവർക്ക് ബോഡി സ്ക്രബ് തന്നെ. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ടേമറിക് ആൻഡ് സാൻഡൽവുഡിൻ്റെ. പിന്നെ അവർക്ക് അതിപ്പോൾ എൻ്റെ കയ്യിൽ തീർന്നു പോയി. ഫേസ് സ്ക്രബും ഉണ്ട്. അത് എന്ന് വെച്ചാൽ മിറക്കിൾ പോലെയാണ് കേട്ടോ. നമ്മളിപ്പോൾ അത് വെച്ചൊന്ന് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റൊക്കെ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർ എടുത്തിട്ട് അത് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ് സ്ക്രബാണ് അവരുടെ. പക്ഷേ ഞാൻ യൂസ് ചെയ്യുന്ന ഫേസിൽ ഞാൻ അങ്ങനെ സ്ക്രബ് യൂസ് ചെയ്യാറില്ല. ഞാൻ നെക്കിലും ഫൂട്ടിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതിന് ഭയങ്കരമായിട്ട് ബ്രൈറ്റൻ ചെയ്യും. ഈവൻ ഞാൻ ജോർജിക്കും ഇവർക്ക് പിള്ളേർക്കും നെക്കിലൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ ഏജ് ഡിഫൈങ് സിറം, ഇത് ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യും കേട്ടോ. ഭയങ്കര നല്ല ഈ ഓയിൽ പോലെ ഇരിക്കണം. ഞാൻ കാണിച്ചു തരാം.
ഇത് അവർ പറയുന്ന ആഴ്ചയിൽ 2 ദിവസം നമ്മൾ ഓയിൽ ഇട്ട് മസാജ് ചെയ്യുക, ഒരു 5 minutes ഒക്കെ മസാജ് ചെയ്യുക ആൻഡ് ലീവ് ചെയ്യാനാണ് പറയുന്നത്. രാത്രി ഫുൾ ഫേസിലിട്ടിട്ട് കിടന്നുറങ്ങാനാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് അത്രയും എഫക്റ്റീവായിട്ട് തോന്നിയില്ല. എനിക്കെന്തോ ഡള്ളായ പോലെ തോന്നി മുഖം. വേറൊരു ദിവസം ഞാൻ ഇത് അപ്ലൈ ചെയ്തു, ഫേസ് അപ്വേർഡായിട്ട് മസാജ് ചെയ്തു. അതെപ്പോഴും ശ്രദ്ധിക്കണം, ഫേസ് ഒരിക്കലും നമ്മൾ ഇങ്ങനെ ചെയ്യരുത്. അത് എല്ലാവർക്കും ഇപ്പോൾ അറിയായിരിക്കും ഫേഷ്യൽ ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ പ്രഷറും കൊടുക്കരുത്, ലൈറ്റ് പ്രഷറിൽ വേണം ഇങ്ങനെ മസാജ് ചെയ്യാനായിട്ട്. അങ്ങനെ ഈ സിറോ ഇട്ട് മസാജ് ചെയ്യുക ആൻഡ് ഒരു 5 minute ഒക്കെ മസാജ് ചെയ്യുക, എന്നിട്ട് വാഷ് ചെയ്ത് കളയുക. എന്നിട്ട് ബ്രൈറ്റനും ആവും, സ്കിൻ ടൈറ്റൻ ആവും, പിഗ്മെന്റേഷന് ഭയങ്കര വ്യത്യാസം വന്നു. അപ്പോൾ അത് കാരണം ഇത് ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യും. നൈറ്റ് ക്രീമും ഞാൻ നേരത്തെ പറഞ്ഞു, നൈറ്റ് ക്രീം അവരുടെ തന്നെ നൈറ്റ് ക്രീമും ഞാൻ സജസ്റ്റ് ചെയ്യണം. ഇനി മെയിൻ തിങ് നന്നായിട്ട് ഉറങ്ങുക. ഉറക്കം ഇല്ലെങ്കിൽ തന്നെ സ്ട്രെസ് വന്നാൽ തന്നെ നമ്മുടെ സ്കിന്നിനെ അത് എഫക്റ്റ് ചെയ്യും. ഇഷ്ടമുള്ള കാര്യങ്ങളിൽ നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി മെയിനായിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും ഇതുപോലെ ഇതുപോലെ സ്കിന്നിനെ എഫക്റ്റ് ചെയ്യും. ഇപ്പോഴും കൊളാജനുള്ള ഫുഡ് ഇൻക്ലൂഡ് ചെയ്യുക. അപ്പം ഞാൻ ഇന്ന് മട്ടൻ സൂപ്പ് ആഴ്ചയിൽ 1 ദിവസം മതി കേട്ടോ. അതും ചെറിയ ക്വാണ്ടിറ്റി കഴിച്ചാൽ മതി. ഞാനിങ്ങനെ കുറേ ക്വാണ്ടിറ്റിയിൽ കഴിക്കാനല്ല പറയുന്നത്, ചെറിയ ക്വാണ്ടിറ്റിയിൽ കഴിച്ചാൽ മതി. പക്ഷെ അതും ഇൻക്ലൂഡ് ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ പൊമോഗ്രാനറ്റിൻ്റെ ജ്യൂസ്, ബ്ലാക്ക് കിസ്മിസ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്, അതിപ്പോൾ പറയാം. യെസ്, ഇതൊരു 2 മണിക്കൂർ പ്രഷർ കുക്ക് ചെയ്ത മട്ടൻ്റെ സൂപ്പിൻ്റെ ഇല്ല. ഇതങ്ങനെ ഒരു പ്രത്യേകിച്ച് മസാലയൊന്നും ഇടുന്ന കാര്യമൊന്നും ചിന്തിക്കേണ്ട. ഇത് ജസ്റ്റ് കുടിക്കുമ്പോൾ ടേസ്റ്റ് നല്ല. ജസ്റ്റ് പെരിഞ്ജീരകം ഇട്ടിട്ടുണ്ട്, ചെറിയ ജീരകം ഇട്ടിട്ടുണ്ട്, കുറേ ഉള്ളി ഇട്ടിട്ടുണ്ട്, വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് ആൻഡ് ഈ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചു. ഈവൻ പിള്ളേർക്കും അതെ, പ്രായമുള്ളവർക്കും അതെ. ഇതിങ്ങനെ നിങ്ങൾ ആഴ്ചയിൽ 1 ദിവസം ഇൻക്ലൂഡ് ചെയ്യണ ഭയങ്കര നല്ല. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇത് ജിജോടെയൊക്കെ തറവാട്ടിൽ മമ്മി എപ്പോഴും ഡാഡിക്ക് എപ്പോഴും കൊടുക്കണ കാണാം. ബട്ട് ഇത് സ്കിന്നിന് എഫക്റ്റ് ഉണ്ടെന്ന് ഈ അടുത്താണ് ഞാൻ അറിഞ്ഞത്. പിന്നെ എപ്പോഴും ലീഫി വെജിറ്റബിൾസും ആഡ് ചെയ്യുക ഡയറ്റിൽ, അതും ഇമ്പോർട്ടൻ്റാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സൂപ്പിൽ തന്നെ പാലക്കൊക്കെ ആഡ് ചെയ്യാം. ഇതിവിടെ മെയിനായിട്ട് നമ്മൾ ഈ സൂപ്പ് പോലെ ഈവൻ വെജിറ്റബിൾ സൂപ്പാണെങ്കിൽ കൂടെ ഡിന്നറിന് അത് നമ്മൾ കഴിക്കുവാണെങ്കിൽ സ്കിന്ന് നോക്കിക്കോ ഒരു 2 weeks കൊണ്ട് മാറ്റം വരാൻ തുടങ്ങും. കൂട്ടത്തിൽ ചിലപ്പോൾ തടിയും വെക്കുമായിരിക്കും മട്ടൻ സൂപ്പാണെങ്കിൽ. ബട്ട് കുഴപ്പമില്ല, സ്കിന്ന് പോയിട്ട് എനിക്ക് അറിയില്ല അത് എത്രത്തോളം ഭംഗിയുണ്ടാവുന്നു. സ്കിൻ പോയി കഴിഞ്ഞാൽ എല്ലാം പോയ പോലത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ്. നല്ല ടേസ്റ്റും ഉണ്ട്. അങ്ങനെ ഒരു എണ്ണയും ഇട്ടിട്ടില്ല, ഒന്നും ഇട്ടിട്ടില്ല, മട്ടൻ മാത്രം. മട്ടൻ കുറേ നേരം ഇട്ട് വേവിച്ചു, പ്രഷർ കുക്ക് ചെയ്തു. യെസ്, അപ്പോൾ എൻ്റെ സ്കിൻ ആൻഡ് ഹെയർ കെയർ കഴിഞ്ഞു. ബൈ.